പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനാധ്വനിയുടെ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എനിക്ക് ഈ അവസരം നൽകിയ പ്രാർത്ഥനാധ്വനിയുടെ ഡയറക്ടർ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവരോടുള്ള നന്ദിയും വന്ദനവും ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനിയുടെ വിവിധ പ്രവർത്തനങ്ങൾ, വിവിധ ചാപ്റ്ററുകൾ, അതിൻ്റെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് എൽദോ കുര്യാക്കോസ് എന്നാണ്. ഞാൻ ഗുജറാത്തിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ബാവ്ല എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞാൻ ഒരിക്കൽ ഇതിനു മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട്. അതാണ് എന്നെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന വിഷയമാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ക്രിസ്ത്യൻ എസ്കറ്റോളജിയുടെ ഒരു മൂലക്കല്ലാണ്. അനേകം വാഗ്വാദങ്ങളും പഠിപ്പിക്കലുകളും നിലവിലുള്ള ഒരു വിഷയമാണിത്. യേശു വരില്ലെന്നും വന്നു കഴിഞ്ഞുവെന്നും പഠിപ്പിക്കുന്നവർ ഈ ലോകത്തിലുണ്ട്. കർത്താവ് തന്നെ മുന്നറിയിപ്പ് നൽകിയതുപോലെ തങ്ങളാണ് ക്രിസ്തുവെന്ന് അവകാശപ്പെട്ട പലരെയും കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന പട്ടണത്തിൽ മാത്രം തങ്ങളാണ് ക്രിസ്തു എന്ന് അവകാശപ്പെട്ട ഏകദേശം 400ഓളം പേർ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജിൽ ഞാൻ കേൾക്കുവാനിടയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൻ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സന്ധ്യയെങ്കിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നമ്മുടെ കർത്താവ് തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി വീണ്ടും വരുവാനായിട്ടിടയായിത്തീരും. അതിനൊരു സംശയവും നമുക്ക് വേണ്ട, ഒരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ്റെ വാഗ്ദത്തമാണ് തന്നെ കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നുള്ളത്. ആ കർത്താവ് തീർച്ചയായും തിരിച്ചു വരിക തന്നെ ചെയ്യും. നമ്മെ ചേർക്കുവാൻ കർത്താവ് രണ്ടാമതും വരുവാൻ ഇടയായിത്തീരും. നൂറ്റാണ്ടുകളായി വിശ്വാസികൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും പ്രചോദനവും നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന മഹത്തായ സംഭവത്തിനായി നാം കാത്തിരിക്കുമ്പോൾ ആത്മീയമായും പ്രായോഗികമായും നമ്മെ തന്നെ എങ്ങനെ ഒരുക്കാം എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ പ്രിപ്പയർ യുവർ സെൽഫ് ടു മീറ്റ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ എതിരേൽക്കുവാനായിട്ട് നാം ഒരുങ്ങിയിരിക്കേണ്ടത് വളരെ വളരെ ഹല്ലേലൂയ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ, 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അത് പ്രകാരമാണ്:
ആമേൻ. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിൻ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അവനെ അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയിൽ വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്ന് തൻ്റെ വീട് തുറപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിവിൻ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം അവിടുത്തെ പാദപീഠത്തിലായിരുന്നു കൊണ്ട് എസ്പെഷ്യലി ആമേൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മുഖാന്തരം ആമേൻ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലായിരുന്നു കൊണ്ട് അവിടുത്തെ വചനം പഠിക്കുവാൻ, അവിടുത്തെ വചനം ധ്യാനിപ്പാൻ ആമേൻ അവിടെ നൽകിയ ഈ സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ധ്യാനിപ്പാൻ, ഒരുമിച്ച് ആമേൻ ആത്മീക വർധനവ് പ്രാപിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിച്ചു നടത്തണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. വാക്യം അവൻ ഒരിക്കൽ കൂടെ വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിൻ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയിൽ വരുന്നുവെന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുറപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിവിൻ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പൻ. പ്രിയമുള്ളവരെ, ആമേൻ. കർത്താവിൻ്റെ വരവെങ്കിൽ അല്ലേ, ആമേൻ, കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ കർത്താവിനെ എതിരേൽക്കണമെങ്കിൽ നാം ഒരുങ്ങിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനായി നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് നാം അതിനായി നമ്മെ തന്നെ ഒരുക്കേണ്ടത് എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സന്ധ്യയിൽ നമ്മൾ എളുപ്പമായി ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവവചനത്തിൽ നിന്നാണ് നാം ഇതെല്ലാം പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം 9ഓളം പോയിന്റ്സ് ഞാനിവിടെ ഹല്ലേലൂയ പഠനത്തിനായിട്ട് എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. വളരെ വിശദമായി നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിഷയങ്ങളെ പഠിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും എഴുതി നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിപ്പയർ യുവർ സെൽഫ് ടു മീറ്റ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുക. നാം വായിച്ച വാക്യത്തിൽ എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടത് അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഒരുങ്ങിയിരിക്കേണ്ടതെന്ന് നമുക്ക് ഒരു ഉദാഹരണ സഹിതം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വചനത്തിൽ പ്രകാരമാണ് പറയുന്നത്, ഒരു യജമാനനോടും ദാസനോടും അല്ലെങ്കിൽ യജമാനന്മാരും ദാസനും തമ്മിലുള്ള ഒരു 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 ബന്ധത്തിലാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തിരിക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. കർത്താവ് ഇവിടെ പറയുകയാണ്, ഒരു കൂട്ടം ആളുകളെ കാണിച്ചിട്ട് കർത്താവ് പറയുകയാണ്, ചില ദാസന്മാർ തങ്ങളുടെ യജമാനൻ കല്യാണത്തിന് പോയിരിക്കുമ്പോൾ പോയി തിരിച്ചു വരുമ്പോൾ അവൻ കതകിൽ മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുവാനായി റെഡി ആയിരിക്കുന്ന കതക് തുറക്കുവാനായി റെഡി ആയിരിക്കുന്ന ദാസന്മാരെ പോലെ അല്ലെങ്കിൽ ആളുകളോട് നിങ്ങൾ എന്തായിരിക്കണം? തുല്യരായിരിപ്പീൻ. അതിൻ്റെ അർത്ഥം ഹാലലിയ, ഒരു തൻ്റെ യജമാനൻ പുറത്തു പോയിരിക്കുമ്പോൾ അവൻ തിരിച്ചു വരുന്നത് കാതോർത്തിരിക്കുന്ന ഒരു സെർവൻറ്റിനെ പോലെ, ഒരു ഹാലലിയ, ഒരു
തൻ്റെ വേലക്കാരനെ പോലെ അവൻ ജാഗരൂകരായിരിക്കണമെന്നാണ് അവൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് കർത്താവ് ഒരുങ്ങിയിരിപ്പിൻ എന്ന് പറയുന്നത്. അവൻ വളരെ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദാസന്മാർ ഒരുങ്ങിയിരുന്നത് പോലെ, നമ്മൾ ഈ വായിച്ച വാക്യത്തിലെ ദാസന്മാർ ഒരുങ്ങിയിരുന്നതുപോലെ നമ്മൾ വളരെ ഒരുങ്ങിയിരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കർത്താവ് വന്നു വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ യജമാനൻ വന്നു വിളിക്കുമ്പോൾ ഉറങ്ങുന്നവരായി കണ്ടാൽ അത് ഹല്ലേലൂയ നല്ലതാകുകയില്ല എന്ന് നാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നാം വായിച്ച ഹല്ലേലൂയ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിൻ്റെ വരവിനെ എതിരേൽക്കാൻ, അല്ലെങ്കിൽ കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനായി നമ്മൾ എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനായിട്ട് ആദ്യമായി എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: കർത്താവിനെ നമ്മൾ എപ്രകാരം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി എപ്രകാരം നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത് കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുവാനായിട്ടിടയായിത്തീരണം. കാത്തു നിൽക്കുന്നവരായി നമ്മൾ തീരുവാനായിട്ടിടയായിത്തീരണം. അതിന് ഉദാഹരണം നമ്മൾ ഓൾറെഡി നമ്മുടെ കുറിവാക്യത്തിൽ വായിക്കുവാനായിട്ടിടയായിത്തീർന്നു. തൻ്റെ യജമാനനെ കാത്തിരിക്കുന്ന, പുറത്തുപോയ യജമാനൻ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന ദാസന്മാരെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കുന്നവരായിരിക്കണം. കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല കാത്തിരിക്കുക എന്നുള്ളത്. അത് പലർക്കും ബോറിംഗ് ഉളവാക്കുന്ന, പലർക്കും അസ്വസ്ഥതകൾ ഉളവാക്കുന്ന ഒരു കാര്യമാണ് കാത്തിരിക്കുക എന്നുള്ളത്. കാത്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്നാൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കണമെന്ന ഒരു ദാസൻ തൻ്റെ യജമാനന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം ഇതാണ്: കർത്താവ് ഏത് നിമിഷത്തിലാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല, അല്ലേ? ഏത് നാഴികയിലാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൻ രണ്ടാമത്തെ നാഴികയിൽ, അല്ലേ? അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് 38-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്: അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അവനെ അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. അതായത് രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും ഉണർന്നിരിക്കുന്നവരായി കാണുന്ന, തന്നെ കാത്തിരിക്കുന്നവരായി കാണുന്ന ഹല്ലേലൂയ ദാസന്മാർ ഭാഗ്യമുള്ളവർ. കാരണം അവരെ കർത്താവ് മാനിക്കുവാനിടയായിത്തീരും. കർത്താവ് തൻ്റെ കൂടെ ചേർക്കുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നീണം കാത്തിരിക്കുന്നവരായി തീരുവാനായിട്ടിടയായിത്തീരണം. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാനായിട്ടിടയായിത്തീരണം. അടുത്ത വാക്യം നമുക്ക്, അല്ലെങ്കിൽ അടുത്ത ക്വാളിറ്റി നമുക്ക് എന്താണെന്ന് നോക്കാം. 2 തിമോത്തി chapter 4 verse 7 and 8. 2 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക്, അല്ലെ, 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുന്ന 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞ വാക്കുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ, തൻ്റെ വിശ്വാസത്തിൽ തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ എഴുതി വയ്ക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് പ്രകാരമാണ്: എന്താണ്? ഹല്ലേലൂയ, ഞാൻ നല്ല പോർ എന്ത് ചെയ്തു? പൊരുതു. എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. ഇനി നീതിയുടെ കിരീടം
എനിക്കായി വച്ചിരിക്കുന്നു. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 4 കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു വാക്യത്തിൽ തന്നെ. ഒന്നാമതായിട്ട് നല്ല പോർ എന്ത് ചെയ്യണം, പൊരുതുവാനായിട്ടിടയായി തീരണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോർക്കളമാണെന്ന് നമുക്കറിയാം. ഒരു പോർക്കളത്തിലാണ് നമ്മളായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു യുദ്ധക്കളത്തിലാണ് നമ്മളായിരിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു യുദ്ധക്കളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവവചനത്തിൽ. അങ്ങനെയെങ്കിൽ നാം ആയിരിക്കുന്ന യുദ്ധക്കളത്തിൽ എന്ത് ചെയ്യണം, നന്നായി പൊരുതണമെന്ന് നന്നായി പൊരുതണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച്, അല്ലെങ്കിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമ്മോട് പറയുന്നത്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ പൊരുതണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അദ്ദേഹം ചെയ്ത് കാണിച്ചതിന് ശേഷം പറയുകയാണ്, ഞാൻ നല്ല പോർ എന്ത് ചെയ്തു, പൊരുതുവാനിടയായി തീർന്നു. നല്ല പോർ ഞാൻ പൊരുതുവാനിടയായി തീർന്നു. 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പ്രകാരം മാറുന്നു, വിശ്വാസത്തിന് നല്ല പോർ എന്ത് ചെയ്യുക, പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. അപ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നല്ല പോർ പൊരുതുക എന്നുള്ളതാണ് എന്ന് 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല പോരെന്ത് ചെയ്യുക, പൊരുതുവാനായിട്ട് ഇടയായിത്തീരുക, നല്ല പോർ പൊരുതുവാനായിട്ട് ഇടയായിത്തീരുക. നമുക്ക് വായിക്കാം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പൂർണ്ണമായി പ്രാർത്ഥനയിൽ പൂർണ്ണ ശ്രദ്ധ കാണിപ്പിൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പോരാടുന്നവർ എങ്ങനെ പോരാടണമെന്നാണ് ദൈവവചനം പറയുന്നത്. ചട്ടപ്രകാരം പോരാടണം, അല്ലെങ്കിൽ അതിൻ്റെ വിധിപ്രകാരം പോരാടണമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എങ്കിൽ മാത്രമേ നല്ല പോർ പൊരുതുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ദൈവവചനത്തിൽ കാണുന്ന എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ കാണുന്ന സർവായുധവർഗം ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ, സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമ്മുടെ പോർ പൊരുതുവെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പോർ പൊരുതു എന്ന് അതിൽ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ വാക്യപ്രകാരം അല്ലെങ്കിൽ വചനങ്ങൾ പ്രകാരം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, നല്ല പോർ പൊരുതണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ കിരീടം പ്രാപിപ്പാൻ, കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് പ്രതിഫലം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഓട്ടം തികയ്ക്കണം. ഓട്ടം തികയ്ക്കണം. 2 തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് തന്നെ നമ്മൾ കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായ്കയിൽ കിരീടം പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. രണ്ടാമത് ആയിട്ട് നമുക്ക് കാണുവാൻ ആയിട്ട് സാധിക്കുന്ന കാര്യം ഇതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോർക്കലമാണ്. അപ്പോൾ തന്നെ ക്രിസ്തീയ ജീവിതത്തെ ഒരു മത്സരത്തോട്, അല്ലെങ്കിൽ ഒരു ഓട്ട മത്സരത്തോട് ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്. ഓട്ടക്കളത്തിൽ നമ്മൾ എങ്ങനെ ഓടണം, ഓട്ടക്കളത്തിൽ എങ്ങനെ ഓടണമെന്ന് 5-ാം വാക്യത്തിൽ പ്രകാരം പറയുകയാണ്. ഒരുത്തൻ മല്ല് കിട്ടിയാലും ചട്ടപ്രകാരം പോരായ്കയിൽ കിരീടം എന്ത് ചെയ്യില്ല, പ്രാപിക്കുകയില്ല. അപ്പോൾ എങ്ങനെ ഓടണം, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒളിമ്പിക്സിലൊക്കെ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഓരോ ഗെയിമിനും എന്തുണ്ട്, ഓരോ റൂൾസ് ഉണ്ട്. റൂളിൻ പ്രകാരം ആ ഗെയിമിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ,
അതിനെ അവൻ വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവൻ ഓടുവാനായിട്ടൊരു ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തോന്നുന്ന വഴിയിലൂടെ ഓടി നമ്മൾ ആദ്യം എത്തിയെന്ന് പറഞ്ഞാലും അവൻ എത്തേണ്ട ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ ഒരുപക്ഷെ ആദ്യം എത്തിയാൽ നമ്മൾ ഓടിയത് അവൻ ഓടേണ്ടതായിരിക്കുന്ന ട്രാക്കിലല്ല എങ്കിൽ നമ്മെ ഒരിക്കലും വിജയിയായിട്ട് എന്ത് ചെയ്യില്ല, അവൻ പരിഗണിക്കുവാനായിട്ട് ഇടയായിത്തീരുകയില്ല. നല്ല റൂൾ അനുസരിച്ചല്ല നമ്മൾ ഓടിയതെങ്കിൽ നമ്മളെ ഒരിക്കലും വിജയിയായിട്ട് എന്ത് ചെയ്യില്ല, പരിഗണിക്കുവാനായിട്ട് ഇടയായിത്തീരുകയില്ല. ഹല്ലേലൂയ. നമ്മൾ റീസെൻ്റായിട്ട് പല വാർത്തകളും കണ്ടതാണ്. പല പ്ലെയേഴ്സിനെയും അവരുടെ ക്രൈറ്റീരിയൽ മാച്ച് ആവാത്തത് കൊണ്ട് അവരെ ഗെയിമിൽ പങ്കെടുപ്പിക്കാതിരുന്ന വാർത്തകളെല്ലാം നമ്മൾ കാണുവാനിടയായി തീർന്നതാണ്. അപ്പോൾ ഒരു ഗെയിമിൽ പങ്കെടുക്കണമെങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം അവൻ പങ്കെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയിയാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇന്ന് സന്ധ്യയിൽ സംസാരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരമാണ് പറയുന്ന, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായകയിൽ എന്ത് ചെയ്യില്ല, കിരീടം പ്രാപിക്കുക ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടം നമ്മൾ എന്ത് ചെയ്യണം, തികയ്ക്കണം. അതെങ്ങനെ തികയ്ക്കണം? ചട്ടപ്രകാരം തന്നെ ഓടി, അല്ലെങ്കിൽ റൂൾസ് അനുസരിച്ച് തന്നെ ഓടി നമ്മൾ നമ്മുടെ ഓട്ടം തികയ്ക്കുവാനായിട്ട് ഇടയായിത്തീരണം. വീണ്ടും നമുക്ക് കടന്നു വരാം 2 തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് തന്നെ. 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഇതൊക്കെയും സഹിച്ചുവെങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് അറിഞ്ഞു വരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന അടുത്ത കാര്യമാണ് ഞാൻ എന്ത് ചെയ്തു, വിശ്വാസം എന്ത് ചെയ്തു, കാത്തു, വിശ്വാസം കാത്തു. അപ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, കാത്തു നിൽക്കണം. നല്ല പോർ പൊരുതണം. ഓട്ടം തികയ്ക്കണം. അടുത്തതായിട്ട് നാം ചെയ്യേണ്ട കാര്യമാണ് വിശ്വാസം എന്ത് ചെയ്യണം, കാക്കണം. വിശ്വാസം കാക്കണം. പൗലോസിൻ്റെ തന്നെ ഒരു വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിച്ചത് തന്നെ പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യപ്രകാരമാണ് പൗലോസ് എന്താണ് പറയുന്നത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഇവിടെ 12-ാമത്തെ വാക്യം, അത് 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും പലരുടെയും പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ആരെയാണ് വിശ്വസിക്കുന്നത്, എന്താണ് വിശ്വസിക്കുന്നത് എന്ന് ഹല്ലേലൂയ വ്യക്തതയില്ലാത്തതാണ് പലപ്പോഴും തെറ്റിപ്പോകുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്ന എന്താണ്, നമ്മൾ വിശ്വസിക്കുന്നത് ആരെയാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഗൗരവമേറിയ ഹല്ലേലൂയ അല്ലെങ്കിൽ ആവശ്യമേറിയൊരു കാര്യമാണ്. യേശു കർത്താവിൻ്റെ അടുക്കൽ തന്നെ കൊടുക്കുവാനായിട്ട് ക്വസ്റ്റ്യനുമായിട്ട് വന്ന ചില പരീക്ഷന്മാരെ നോക്കി ഹല്ലേലൂയ, ചില യഹൂദന്മാരെ നോക്കി യേശു കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞത്, ദൈവവചനം അറിയായകയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, തെറ്റിപ്പോകുന്നു. ദൈവവചനം അറിയായകയാളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തെറ്റിപ്പോകുന്നതെന്ന് കർത്താവിന്റെ മുഖത്ത് നോക്കി പറയുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ആരെയാണ് വിശ്വസിക്കുന്നത്, എന്താണ് വിശ്വസിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത്, അതിനെക്കുറിച്ചൊരു വ്യക്തത പ്രാപിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പൗലോസ് നമ്മോട് പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചു വരിക്കുന്നു. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് എന്തുണ്ട്, ഉറപ്പുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പൗലോസ് നമ്മളോട് തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറഞ്ഞ ആദ്യത്തെ കാര്യം, ഞാൻ നല്ല പോലെ എന്ത് ചെയ്തു, പൊരുതി ഓട്ടം തികച്ചു. വിശ്വാസം എന്ത് ചെയ്തു, കാക്കുവാനായിട്ടിടയാക്കണം. ഞാൻ വിശ്വാസം കാക്കുവാനായിട്ടിടയാക്കണം. അടുത്ത കാര്യം ഹല്ലേലൂയ, ഞാൻ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എന്ത് ചെയ്യണം, പ്രിയം വെച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എന്ത് ചെയ്യണം, പ്രിയം വെക്കുന്നവരായിരിക്കണം. പൗലോസ് പറയുന്ന 4-ാമത്തെ കാര്യമാണ് ഹല്ലേലൂയ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിയം വെക്കണം. നമ്മുടെ പ്രിയം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ എന്താണ് നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മൾ
നമ്മൾ എന്ത് കാര്യങ്ങളെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്? അവൻ കർത്താവിനെയാണോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെയാണോ അവൻ അതിനേക്കാൾ ഉപരിയായി മറ്റ് അവൻ ചിലതിനെ അവൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ തന്നെ പലപ്പോഴും ശോധന ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. അവൻ ഈ സമയത്ത് അല്ലെങ്കിൽ ഇത്തരണത്തിൽ അവൻ ദാവീദിൻ്റെ ഒരു വാക്ക് അവൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് അവൻ താല്പര്യപ്പെടുകയാണ്. 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദാവീദ് രാജാവ് ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ അവൻ പാർക്കേണ്ടത് തന്നെ. അവൻ ഹല്ലേലൂയ. അവൻ ദാവീദിൻ്റെ വാക്കുകൾ എനിക്ക് വളരെ എന്നെ വളരെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്കുകളാണ് ഇവിടെ ദാവീദ് പറയുവാനിടയായി. നമ്മെ ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ്. ദാവീദ് പറയുകയാണ്: ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. എന്താണ് എൻ്റെ അപേക്ഷ? അവൻ യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ അവൻ ധ്യാനിക്കണം. ഇതാണ് ദാവീദിൻ്റെ ആഗ്രഹം. ദാവീദ് പറയുകയാണ്: എൻ്റെ അകത്തെ ആഗ്രഹവും പുറത്തെ ആഗ്രഹവും രണ്ടും ഒന്ന് തന്നെ. അകത്തെ ആഗ്രഹവും പുറത്തെ ആഗ്രഹവും രണ്ടും ഒന്നാണ്. പലപ്പോഴും അവൻ നമ്മുടെ പുറത്ത് പറയുന്ന ആഗ്രഹങ്ങളായിരിക്കില്ല നമ്മുടെ അകത്ത് ഉള്ളത്, അല്ലേ? അവൻ പുറത്ത് അവനൊരു പക്ഷേ പറയും, അവൻ എൻ്റെ കർത്താവെ അവൻ വേഗം വരണം, അല്ലെ? അവൻ നമ്മുടെ പ്രാർത്ഥന കഴിയുമ്പോൾ പലപ്പോഴും അവൻ ഹല്ലേലൂയ പലരും പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്ന ഒരു വാചകമാണത്. അവൻ കർത്താവേ അവൻ വേഗം വരണമേ എന്ന് അവൻ ചിലർ നീട്ടി അങ്ങനെ പറയുന്നതായിട്ട് അവൻ കേട്ടിട്ടുണ്ടാകാം പലപ്പോഴും. അപ്പോൾ തന്നെ അവൻ ഹൃദയത്തിന് അവൻ കാണുവാൻ കഴിയുന്ന ഒരു കണ്ണാടി അല്ലെങ്കിൽ ഒരു ഉപകരണം നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമുക്കതിനെ അളന്നു നോക്കാനായിട്ട് പറ്റുമായിരുന്നു എത്രത്തോളം അതിൻ്റെ ആഴങ്ങൾ ഉണ്ട് എന്നുള്ളത്. അവൻ ദാവീദോട് പറയുകയാണ്: ഞാൻ പുറത്ത് അവൻ എന്താണോ ഞാൻ അപേക്ഷിക്കുന്നത്, എൻ്റെ വായ കൊണ്ട് ഞാൻ എന്താണോ പറയുന്നത്, ആ കാര്യം തന്നെയാണ് ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് സന്ധ്യയെങ്കിൽ അവൻ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം പുറമേ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ, കർത്താവേ വേഗം വരണമേ എന്ന് നമ്മൾ പറയുമ്പോൾ അത് തന്നെയാണോ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം എന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അല്ലെങ്കിൽ പൗലോസ് പറയുന്ന 4 കാര്യങ്ങളൊക്കെയാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മെ തന്നെ ഏത് രീതിയിൽ ഒരുക്കണമെന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയും, നമ്മൾ നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിയം വയ്ക്കുന്നവരായിത്തീരണം. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്നവരായിത്തീരണം. ഒരു വാക്യം അല്ലെങ്കിൽ അടുത്തതായിട്ട് വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത് 1 തിമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളാണ്. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളാണ്. അത് പ്രകാരമാണ്: ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. അതിനായി നീ വിളിക്കപ്പെട്ട് നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ പൗലോസ് തൻ്റെ അല്ലെങ്കിൽ നിജപുത്രനായിരിക്കുന്ന വിശ്വാസത്തിൽ നിജപുത്രനായിരിക്കുന്ന തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം തന്നോട് ആജ്ഞാപിക്കുന്ന അല്ലെങ്കിൽ കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നീ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടണമെങ്കിൽ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവിനെ അല്ലെങ്കിൽ എതിരേൽക്കാൻ തയ്യാറാകണമെങ്കിൽ നീ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? വിടണം. ചില കാര്യങ്ങളെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കണം. ചിലതിനെ മുറുകെ പറ്റുവാനായിട്ടിടയായിത്തീരണം. ലീവ് സംതിങ് ആൻഡ് ഹോൾഡ് ഓൺ ടു സംതിങ്. നമ്മൾ ചിലതിനെ വിടണം, ചിലതിനെ മുറുകെ പിടിക്കണമെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്
അവൻ അപ്പോസ്തലനോട് പറയുകയാണ്, നീ എന്തിനാണ് വിടേണ്ടത്? ദ്രവ്യാഗ്രഹം എന്ത് ചെയ്യണം? വിടണം, അല്ലെ? ദ്രവ്യാഗ്രഹം അവൻ വിടണം. അവൻ ദ്രവ്യാഗ്രഹം സകല വിധ ദോഷത്തിന് മൂലമല്ല, അത് ചിലർ കാമിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നു. വിശ്വാസത്തെ വരെ അവൻ തകർത്ത് കളയുവാൻ ശേഷിയുള്ളതാണ് അവൻ ദ്രവ്യാഗ്രഹം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് അവൻ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ട് ഓടണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം വിട്ടെങ്കിൽ മാത്രമേ അവൻ ഒരുവന് കർത്താവിൻ്റെ വരവെങ്കിൽ തന്നെ അവൻ എന്താണ് കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് അവൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ ദ്രവ്യാഗ്രഹത്തെ എന്ത് ചെയ്യണം? വിടണം. വിടേണ്ട കാര്യങ്ങളിൽ അവൻ ഉള്ള ഒരു കാര്യമാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. അവൻ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് അവൻ കർത്താവ് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളെ നിങ്ങളെ വായിച്ചേൽപ്പിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ലൂക്കോസ് വിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസ് വിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസ് വിശേഷം 12-ാം അധ്യായത്തിലേക്ക്. ലൂക്കോസ് വിശേഷം 12-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 13 മുതൽ 21 വരെയുള്ള കാര്യങ്ങളിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. യേശുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നതിന് ശേഷം അദ്ദേഹം യേശുവിനോട് പറയുകയാണ്, യേശു കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും മധ്യേ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒന്ന് വ്യവഹരിക്കണം. അതായത് എൻ്റെ സഹോദരനോടൊന്ന് കൽപ്പിക്കണം, അവൻ സ്വത്തിൻ്റെ പകുതി എന്ത് ചെയ്യണം? എനിക്ക് തരുവാനായിട്ട് എൻ്റെ സഹോദരനോട് കൽപ്പിക്കണം, അല്ലെ? ഇപ്രകാരമാണ് വായിക്കുന്നത്. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോടവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശു കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, എൻ്റെ സഹോദരനോട് നീ ഒന്ന് പറയണം, അവൻ സ്വത്ത് അവൻ പകുതി ഭാഗിക്കുവാനായിട്ട്, അല്ലെങ്കിൽ സ്വത്തിൻ്റെ പകുതി നൽകുവാനായിട്ട് സഹോദരനോട് ഒന്ന് കൽപ്പിക്കണമെന്ന് പറയുകയാണ്. ആര് നോക്കിയാലും അവർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചാണ്, കേട്ടവരും പറഞ്ഞവരും ഒരുപക്ഷെ പ്രതീക്ഷിച്ചാണ് പകുതിയാക്കാനല്ലേ പറഞ്ഞത്. അതായത് പകുതി ചെയ്യുവാനല്ലേ, ഒരേ തുല്യമായിട്ട് വീതിക്കാനല്ലേ അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഒരു ന്യായമായിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് യേശു കർത്താവ് ചെന്ന് സഹോദരനെ വിളിച്ചിട്ട്, നീ നിന്റെ സഹോദരന് സ്വത്തിൻ്റെ പകുതി കൊടുക്കണം എന്നെല്ലാം കൽപ്പിക്കുമെന്ന് ഒരു പക്ഷേ കേട്ടവരും പറഞ്ഞവരും വിശ്വസിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിനെ കരുതിയിട്ടുണ്ടാകാം. എന്നാൽ കർത്താവ് പറഞ്ഞത് വേറൊരു കാര്യമാണ്. കർത്താവ് അവരാരും ചിന്തിച്ചൊരു മറുപടിയല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് അവനോട് പറഞ്ഞു, ദ്രവ്യാഗ്രഹത്തെ നീ എന്ത് ചെയ്യണം? ഒഴിയണം, ദ്രവ്യാഗ്രഹത്തെ ഒഴിയണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് പറയുകയാണ്, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവും പങ്കിടുന്നവനും ആക്കിയതാർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വത്തിന് വേണ്ടി ഹല്ലേലൂയ, അല്ലെങ്കിൽ അവകാശത്തിന് വേണ്ടിയല്ല കടിപിടി കൂട്ടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യനാണ് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത്, ദൈവമേ, ഹല്ലേലൂയ, പകുതിയാക്കാനായിട്ട് നീ ഒന്ന് എൻ്റെ സഹോദരനോട് പറയണം. ഹല്ലേലൂയ. നമുക്കും അത് ന്യായമായിരിക്കുന്ന കാര്യമായിട്ട് തോന്നാം. എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല കർത്താവ് ചിന്തിക്കുന്നത്. മനുഷ്യൻ്റെ വിചാരങ്ങളല്ല കർത്താവിൻ്റെ വിചാരങ്ങൾ. ഇന്ന് പകലിൽ അവിടെ ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിചാരങ്ങളല്ല കർത്താവിൻ്റെ വിചാരങ്ങൾ. കർത്താവിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമായിരിക്കുന്നതാണ്. മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല കർത്താവ് ചിന്തിക്കുന്നത്. മനുഷ്യന് ഒരുപക്ഷെ തോന്നിയേക്കാൾ ന്യായമായിരിക്കുന്ന ഒരു കാര്യമാണ് പകുതി ചെയ്യാനായിട്ട് പറഞ്ഞത്. എന്നാൽ കർത്താവ് പറയുകയാണ്, അവൻ്റെ ദ്രവ്യാഗ്രഹത്തെ വിട്ടൊഴിയണം. അത് നിന്നെ നരകത്തിലെത്തിക്കുവാനായിട്ടിടയായിത്തീരും. അതിൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയുവാനായിട്ടിടയായിത്തീരും. വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ഹല്ലേലൂയ, ദ്രവ്യാഗ്രഹത്തെ എന്ത് ചെയ്യണം? വിട്ട് ഒഴിയണം. തിമോത്തിയോസിനോട് ഹല്ലേലൂയ പൗലോസ് ആജ്ഞാപിക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെ തിമോത്തിയോസെ നീ എന്ത് ചെയ്യണം?
അവൻ ദ്രവ്യാഗ്രഹത്തെ അവൻ വിട്ട് ഒഴിവാൻ ഇടയായി തീരണം. കാരണം പലരും അവൻ ഹല്ലേലൂയ അതിന് മുഖാന്തരം തങ്ങളുടെ വിശ്വാസത്തെ അവൻ നഷ്ടപ്പെടുത്തി അവൻ കളയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൻ മകനെ തിമോഥെയോസേ, നീ എന്ത് ചെയ്യണം? അവൻ ഈ വക കാര്യങ്ങളെല്ലാം വിട്ട് നീ ഓടുവാനായിട്ട് ഇടയായി തീരണം. എന്നിട്ട് നീ അവൻ ചിലതിനെയെല്ലാം എന്ത് ചെയ്യണം? പിൻപറ്റുവാനായിട്ട് ഇടയായി തീരണം. അവൻ പൗലോസ് പറയുകയാണ്, വിട്ടാൽ മാത്രം പോരാ, ചില കാര്യങ്ങളെ അവൻ പിൻപറ്റുകയും കൂടെ ചെയ്താൽ മാത്രമേ അവൻ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ അവനെ കാണുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. നീയോ അവൻ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി അവൻ നീതി എന്ത് ചെയ്യണം? അവൻ പിൻപറ്റണം, നീതിയെ പിൻപറ്റണം, നീതിയുള്ളവരായിരിക്കണം. അടുത്തത് ഭക്തിയുള്ളവരായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം, ക്ഷമയുണ്ടായിരിക്കണം, സൗമ്യത ഉണ്ടായിരിക്കണം. ഇവയെ അവൻ പിൻപറ്റുവാനായിട്ട് ഇടയായിത്തീരണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ ഓരോരോ കാര്യങ്ങൾ നമുക്ക് അവൻ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് അവൻ നീതിയെ നിങ്ങൾ എന്ത് ചെയ്യണം? പിൻപറ്റണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നീതിയുള്ളവരായിരിക്കണം, നീതിമാന്മാരായിരിക്കണം. അവൻ ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് എന്ത് വേണം? അവൻ നീതി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ കർത്താവിനെ കാണുവാൻ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവിനെ കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവൻ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു പറയുന്നു. നമ്മൾ ശാസ്ത്രിമാരുടെയും അവൻ ഹല്ലേലൂയ ശാസ്ത്രിമാരുടെ നീതിയേക്കാൾ അവൻ കവിഞ്ഞ് അവൻ നമ്മുടെ നീതി നിൽക്കുന്നില്ല എങ്കിൽ, പരീക്ഷന്മാരുടെ നീതിയേക്കാൾ കവിഞ്ഞ് അവൻ നമ്മുടെ നീതി നിൽക്കുന്നില്ല എങ്കിൽ കർത്താവ് വ്യക്തമായി പറയുന്നു, അവൻ സ്വർഗരാജ്യം നമ്മൾ അവകാശമാക്കുകയില്ല. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ നമ്മൾ എടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുകയില്ല. അതുകൊണ്ട് നീതിയുള്ളവരായിരിക്കണം. രണ്ടാമത് അവൻ ഭക്തിയുള്ളവരായിരിക്കണം. അവൻ ദൈവഭക്തിയുള്ളവരായിരിക്കണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ അടുത്തത് അവൻ വിശ്വാസമുള്ളവരായിരിക്കണം. വിശ്വാസത്തെക്കുറിച്ച് അവൻ പിന്നീട് അവൻ ഒരു പോയിന്റിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴത് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അടുത്ത സ്നേഹമുള്ളവരായിരിക്കണം. സ്നേഹം വളരെ കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന അവൻ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരസ്പര സ്നേഹമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യർ ഹല്ലേലൂയ ശത്രുക്കളെ പോലെ സഹോദരങ്ങൾ പോലെ ശത്രുക്കളെ പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ രാജ്യങ്ങൾ തമ്മിൽ ശത്രുത, മനുഷ്യർ തമ്മിൽ ശത്രുത, അതുപോലെ കുടുംബങ്ങൾ തമ്മിൽ ശത്രുത, അങ്ങനെ സ്നേഹമില്ലാത്ത ഒരു തലമുറയിൽ, അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത ഒരുപാട് ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സ്നേഹിക്കുന്നവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം. സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വചനത്തിൽ നിന്നറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അടുത്തതായിട്ട് കർത്താവ് പറയുന്നു, പൗലോസ് പറയുന്നു, ക്ഷമിക്കുന്നവരായിരിക്കണം, ക്ഷമ ഉള്ളവരായിരിക്കണം. ക്ഷമയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം എന്നുള്ളത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്, യേശു കർത്താവ് തന്നെയാണ്. കർത്താവ് ഹല്ലേലൂയ ക്ഷമിക്കുവാനായിട്ട് പഠിപ്പിക്കുവാനായിട്ട് ഇടയാക്കി. കർത്താവ് നമ്മെ ക്ഷമിക്കുവാൻ പഠിപ്പിച്ചു, അല്ലേ? കർത്താവ് ക്ഷമിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് നമ്മെ അത് കാണിച്ചു തന്നിട്ടാണ്, അല്ലെങ്കിൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടാണ് കർത്താവ് അങ്ങനെ ചെയ്യുവാൻ ഇടയാക്കുന്നത്. കർത്താവ് നമ്മോട് ക്ഷമിക്കുവാൻ പറയുകയും ആജ്ഞാപിക്കുകയും ക്ഷമിച്ച് കാണിക്കുകയും നമ്മൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് പോലും കർത്താവ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ക്രൂശിൽ കിടന്നുകൊണ്ട് പോലും കർത്താവ് പ്രാർത്ഥിച്ചത്, ഹല്ലേലൂയ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് ക്രൂശിൽ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ അടുത്ത കാര്യമാണ് സൗമ്യത എന്നുള്ളത്, അല്ലെ? സൗമ്യത എന്ന കാര്യം നമ്മൾ ഹല്ലേലൂയ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ പ്രകാരമാണ് കാണുന്നത്, നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മോട് ചോദ്യം ചെയ്യുന്നവരെ മറുപടി പറയാൻ ഒരുങ്ങിയിരിക്കണം. എങ്ങനെ മറുപടി പറയാനാണ്? സൗമ്യതയോടും ഭക്തിയോടും കൂടെ പ്രതിവാദം പറയുവാൻ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ, അല്ലെങ്കിൽ ഹല്ലേലൂയ സൗമ്യതയോടുകൂടെ സംസാരിക്കണമെന്ന് ഹല്ലേലൂയ കർത്താവ് നമ്മോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഹല്ലേലൂയ കർത്താവ് നമ്മോട് പ്രകാരം പറയുന്നു. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ തന്നെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രകാരമാണ് കാണുന്നത്, സൗമ്യതയും
മൂന്നാമത്തെ വാക്യം മുതൽ പ്രകാരം നമ്മൾ വായിക്കും, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, അവന് സൗമ്യതയും അവന് സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം എന്ന് ആമേൻ അരുളിയ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവൻ സൗമ്യതയെ ഒരു ആഭരണം പോലെ അവൻ ധരിക്കണമെന്ന് ആമേൻ ഹല്ലേലൂയാണ് കർത്താവ് നമ്മോട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് അവൻ പറയുന്നത്. എങ്കിൽ മാത്രമേ അവൻ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് കർത്താവിനെ അവൻ കാണുവാൻ, കർത്താവിനെ ഹല്ലേലൂയ എതിരേൽക്കുവാൻ അവൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത കാര്യം എന്നുള്ളത് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നുള്ളതാണ്. ഹൃദയം കലങ്ങിപ്പോകരുത് എന്നുള്ളതാണ്. യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നൊരു കാര്യമാണ്, അവൻ കലങ്ങാതെ ഹൃദയം കലങ്ങാതെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഹൃദയം കലങ്ങുവാൻ പല കാരണങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശദമായിട്ട് പറയുവാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ഹൃദയം പലപ്പോഴും കലങ്ങിപ്പോകാറുണ്ട്, അല്ലെ? ഹൃദയം കലങ്ങുവാൻ പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഹല്ലേലൂയ കഷ്ടത പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ കലക്കുവാൻ ഇടയായിത്തീരുന്നു. രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം പലപ്പോഴും കലങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും. ഹൃദയം കലങ്ങിപ്പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് പലവിധ വിചാരങ്ങളാണ്. പലവിധ വിചാരങ്ങളാൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ ഇടയായിത്തീരുന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളാരും വിചാരപ്പെടരുത് എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളപ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും വിചാരപ്പെടുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും ഹല്ലേലൂയ പലർക്കും വിചാരപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വിചാരപ്പെടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം ചെയ്യാൻ സാധ്യതയുണ്ട്, കലങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ നമ്മുടെ ഹൃദയത്തെ കലക്കുവാനായിട്ട് എന്തുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ എന്താണ് നമ്മുടെ പലവിധ വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തെ കലക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ അടുത്ത കാര്യം എന്നുള്ളത് വിശ്വാസത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അഭാവം, അത് നമ്മുടെ എന്താണ് നമ്മുടെ ഹൃദയത്തെ കലക്കുവാനായിട്ട് സാധ്യതയുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഹൃദയം കലങ്ങിയാൽ അല്ലെങ്കിൽ ഹൃദയം കലങ്ങിപ്പോയാൽ നമ്മൾ വിശ്വാസത്തിൽ തണുത്തു പോകുവാനായിട്ട് സാധ്യതയുണ്ട്, വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. അല്ലെങ്കിൽ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ കർത്താവ് പറയുന്ന കാര്യം എന്താണ്, എന്നിൽ വിശ്വസിപ്പിൻ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യുക, കലങ്ങുവാനായിട്ട് ഇടയാത്തിരിക്കുകയില്ല. വിശ്വാസത്തിൽ വർദ്ധിച്ചു വരിക. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേട്ട്, മറ്റുള്ളവരെ ദൈവം നടത്തിയ വിധങ്ങളെ നമ്മളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരണം. വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം കലങ്ങുവാനായിട്ട് ഇടയായിത്തീരുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയം കലങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് സങ്കീർത്തനങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. 2-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കുവാൻ ഇടയായിത്തീരത്തെ. 2-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ പ്രകാരം കാണുന്നു. വാക്യമല്ല, മറ്റൊരു വാക്യമാണ്, പിന്നീട് പറയാൻ ഇടയായിത്തീരാം. നമുക്ക് അപ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം, കലങ്ങുവാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ ദൈവത്തിൽ എന്ത് ചെയ്യണം, വിശ്വസിക്കുവാനായിട്ട്, ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് കലക്കമുണ്ടാകുകയില്ല. വിശ്വാസം കുറയുമ്പോഴാണ് നമ്മുടെ ഹൃദയം
അവൻ കലങ്ങുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസ് വിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസ് വിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർ പ്രകാരം നമ്മൾ കാണുന്നത് 12-ാം അധ്യായത്തിൽ 22 മുതൽ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വരുതല്ലോ. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലകളും കളപ്പുരകളുമില്ല. അവനെങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു വരുന്ന വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് വിചാരപ്പെടരുത് എന്ന് കർത്താവ് നമ്മെ വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ രാജ്യം 30 മുതൽ വാക്യം, ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവും ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അവൻ്റെ രാജ്യം അന്വേഷിപ്പൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതും കിട്ടുവാനായിട്ടിടയായി തരും. പ്രിയമുള്ളവരെ, അവൻ വിചാരപ്പെട്ടതുകൊണ്ട് നമുക്കൊന്നും ലഭിക്കുകയില്ല. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച്, രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് അതോടുകൂടി എല്ലാം ലഭിക്കുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഹൃദയം കലങ്ങാതിരിക്കണമെങ്കിൽ ഒന്ന് നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം. എങ്ങനെയുള്ള വിശ്വാസമാണ്? അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം കർത്താവിലുള്ളവരായിരിക്കണം. 2 യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നിങ്ങളത് പിന്നീട് വായിക്കുവാനായിട്ട് സമയം കണ്ടെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നു, മുഖപക്ഷം എന്ത് ചെയ്യരുത്, മുഖപക്ഷം കാണിക്കാത്ത വിശ്വാസം. ഒന്ന് എങ്ങനെയുള്ള വിശ്വാസമാണ്? അചഞ്ചലമായ വിശ്വാസം. 2 മുഖപക്ഷം കാണിക്കാത്ത വിശ്വാസം. മറ്റുള്ളവരോട് മുഖപക്ഷം കാണിക്കാത്ത വിശ്വാസം. 3 പ്രവൃത്തിയുള്ള വിശ്വാസം. യാക്കോബിന്റെ ലേഖനം തന്നെ 2-ാം അധ്യായത്തിന് 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു പ്രവൃത്തിയുള്ള വിശ്വാസം. ഇങ്ങനെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ കാണുവാനായിട്ടിടയായിത്തീരും. വീണ്ടും ചില വാക്യങ്ങൾ കൂടെ വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് പോയിന്റ് മാത്രം പറഞ്ഞു വിടുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ദുരുപദേശങ്ങളെ സൂക്ഷിക്കുക. വളരെ വിവരമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ദുരുപദേശങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. ഉണർന്നും സുബോധവുമുള്ളവരായിരിക്കുക. ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കുക. ദൈവത്തോട് വിശ്വസ്തത ആചരിക്കുക. മാനസാന്തരപ്പെടുക. ഇതെല്ലാമാണ് കർത്താവ് നമ്മെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നാം കർത്താവിന് വേണ്ടി നിൽക്കുമ്പോഴാണ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ നാം അവനോടുകൂടെ എടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2 പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. ആ പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടെ പ്രാർത്ഥിച്ച് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്ന് ഗുജറാത്തിലെ ഹലോൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശരവൺ സഭ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ അനിൽകുമാർ ജോണിൻ്റെ 2ാമത്തെ മകൾ, മോളുടെ പേര് കൃപ എന്നാണ്. കൃപ വൊമിറ്റിങ്ങിനാലും ലോ ബിപിയാലും ഭാരപ്പെടുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ പൂർണ്ണമായിരിക്കുന്ന വിടുതലിനും സൗഖ്യത്തിനും വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ തിരുവനന്തപുരം AG ആറ്റിങ്ങൽ സെക്ഷൻ പ്രെസ്ബിറ്ററായിരിക്കുന്ന പാസ്റ്റർ ജയകുമാരൻ, തൻ്റെ മകൻ ജോഷുവ, 21 വയസ്സുള്ള ജോഷുവ എന്ന മകൻ 15-ാം തീയതി രാവിലെ അദ്ദേഹത്തിനൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുവാനിടയായിത്തീർന്നു. പരിപ്പൻകോട് സമീപം ഒരു CAയുടെ ഭക്ഷണപ്പൊതി വിതരണത്തിന് പോകുന്ന യാത്രയിൽ താൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് നേരെ ഒരു കാർ വന്ന് ഇടിച്ചതാണ്. ഗുരുതരമായിരിക്കുന്ന പരിക്കുകളോട് അദ്ദേഹം ഫോർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഇന്നലെ, അതായത് 16-ാം തീയതി ഒരു സർജറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒടിവുകളും ചതവുകളും ഒക്കെ ഉണ്ട്. അല്പം സീരിയസ് ആണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. കർത്താവ് അദ്ദേഹത്തെ പ്രിയമകനെ പൂർണ്ണമായിട്ട് വിടുവിക്കേണ്ടതിനപ്പോൾ തന്നെ കൃപയെയും കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളിൽ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനാ ധ്വനിയുടെ ആമേൻ ഫേസ്ബുക്ക്, ആമേൻ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും എല്ലാം ദൈവമായ കർത്താവ് നൽകിയ സാവകാശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഡയറക്ടറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ മനുഷ്യൻ ദാനിയേൽ പാസ്റ്റർ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അയക്കുന്നതിനാൽ കർത്താവ് ശക്തിയായി ഹല്ലേലൂയ കർത്താവിൻ്റെ വനപ്രദേശത്ത് ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രാർത്ഥനാദിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ചാപ്റ്റേഴ്സിനെയും അതിൻ്റെ ഭാരവാഹികളെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ വ്യക്തികളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ നാഥായങ്ങൾ ഹല്ലേലൂയ അനിൽകുമാർ പാസ്റ്ററുടെ മകൾ കൃപയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുതൽ കുഞ്ഞു കർത്താവ് വോമിറ്റിങ്ങിനാലും ലോ BP ആലും ഭാരപ്പെടുന്നുവല്ലോ. പൂർണ്ണമായിരിക്കുന്ന ഒരു വിടുതലും ആശ്വാസവും കർത്താവ് ഇവിടെ നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് സൗഖ്യമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കുഞ്ഞിനെ ഹല്ലേലൂയ എത്രയും വേഗത്തിൽ സൗഖ്യം പ്രാപിച്ചു എന്നുള്ള സാക്ഷ്യം കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. തിരുവനന്തപുരത്തെ ജോഷുവ എന്ന മകനെ വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദിവസം ഉണ്ടായ ഹല്ലേലൂയ ആക്സിഡൻറ്റ് മുഖാന്തരം ഗുരുതരമായിരിക്കുന്ന പരിക്കുകളോടെ ഹോസ്പിറ്റലായിരിക്കുന്നുണ്ട് പിതാവേ. ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അപ്പോൾ അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം തൻ്റെ നേരെ നീട്ടി അവനെ തൊട്ട് കർത്താവെ പൂർണ്ണമായിരിക്കുന്ന സൗഖ്യവും വിടുതലും കർത്താവെ പ്രിയപ്പെട്ടവരോട് നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവിന് ഹല്ലേലൂയ നാമത്തിൻ്റെ മഹത്വത്തിനായി കർത്താവിനെ സാക്ഷിയാക്കി നിർത്തേണ്ടതിന് കർത്താവ് ഒരു അത്ഭുതമോടുന്ന് പ്രവർത്തിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലമാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ 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 ആമേൻ. വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you all.